ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷീല ജയൻ. എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. എല്ലാവർക്കും പണ്ട് എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെയൊക്കെ ഒരു ഏജിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ലഡു പൊട്ടിച്ച ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ കാണും. അവർക്കും വേണ്ടി ആണ് ഈ ഹാപ്പി വാലൻറ്റൈൻസ് ഡേ പറയുന്നത്. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. ഞാൻ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ടാണ് വന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞ ഒളിച്ചോട്ട കഥയുടെ ബാക്കിയും കൂടെ ചേർത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് കൂട്ടുകാരെ പറയുന്നത്. എല്ലാവരും എന്ത് ചെയ്യുന്നു? വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ചോ? ഞാൻ വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ച് ഇവിടെ കുറച്ച് സമയം നടന്നു. എല്ലാ ദിവസവും നടക്കാറുണ്ടായിരുന്നു മുമ്പൊക്കെ. ചില ദിവസങ്ങളിലൊന്നും നടക്കത്തില്ല. ഇന്ന് ഞാൻ കുറച്ച് സമയം ഒരു 10-20 മിനിറ്റ് നടന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരുന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് കൂട്ടുകാരെ. അപ്പോഴാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എനിക്ക് മനസ്സിലായത്. മനസ്സിൽ ലഡു പൊട്ടാത്ത ആരും കാണത്തില്ല. ഏതെങ്കിലും ഒരു ഏജിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡെന്ന് പറയുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒക്കെ അങ്ങ് നടത്തും. പൂർവ്വ വിദ്യാർത്ഥി സംഗമമൊക്കെ നടത്തുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ പഴയ കൂട്ടുകാരെയും അവരുടെ ഫാമിലിയെയും അവരുടെ മക്കളെയൊക്കെ നമുക്ക് നല്ലവണ്ണം പരിചയപ്പെടാം. ഒരു പഴയ കൂട്ടുകാരിയെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ നമുക്ക് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലെന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാനൊന്നും പറ്റത്തില്ല. അത്രയ്ക്ക് നമുക്ക് ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കോളേജ് ലൈഫിലായാലും സ്കൂൾ ലൈഫിലായാലും ഏത് ക്ലാസ്സിലെ ആയാലും ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ പറയാം, കെട്ടിപ്പിടിച്ച് ഉമ്മ വരും. അത്രയ്ക്ക് സ്നേഹമായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഈ നിലവിൽ നമ്മുടെ കൂടെ ഉള്ള ടീമുകളൊന്നും അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. അത് നമ്മൾ അത്ര കാര്യമായിട്ട് എടുക്കണ്ട. ഒൺലി ഫ്രണ്ട്സായിട്ടങ്ങ് കണ്ടാൽ മതി. പക്ഷേ മറ്റതൊക്കെ ചങ്ക് കൂട്ടുകാരെന്ന് പറയും. നമ്മളിങ്ങനെ കാണുമ്പം അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും എല്ലാവരും കൂടെ ചേർന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമമെന്ന് പറഞ്ഞ് പണ്ട് കാലത്തെ സ്കൂളിലെ ഏതെങ്കിലും ക്ലാസ് തൊട്ട് ഇന്ന ക്ലാസ് വരെ പഠിച്ച എല്ലാവരും കൂടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നത്. അപ്പോഴാണ് എല്ലാവരുമൊക്കെ കാണുന്നു, പഴയകാല സ്മരണകളൊക്കെ വരുന്നു. ഇത് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ചില ആളുകൾക്ക് മനസ്സിന് കൺട്രോളില്ലെങ്കിൽ ആകെ കുഴപ്പമാണ്. ഈ ഒരു കാര്യം അറിയാമോ? നമ്മുടെ മനസ്സിന് കൺട്രോള് നഷ്ടപ്പെടാൻ പ്രായം ഇന്നതൊന്നൊന്നുമില്ല. ഏത് ഏജ് ആയാലും നമുക്ക് നമ്മുടെ മനസ്സിന് കൺട്രോൾ വിടും. ഈ പ്രണയമെന്ന് പറയുന്നതിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. അതിങ്ങനെ മനസ്സിൽ കിടക്കും. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും നമുക്കൊരവസരം കിട്ടുമ്പം അതിങ്ങനെ ഉയർത്തെഴുന്നേൽക്കും ആ ഒരു ഫീല്. ഇന്നിത് പറയാൻ കാരണം വാലൻറ്റൈൻസ് ഡേ എന്ന് പറയുന്ന സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണ് എനിക്ക് 2 കാര്യങ്ങൾ അതുകൊണ്ട് പറയണമെന്ന് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബിലും പത്രമൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണുമ്പോൾ എനിക്കിത് കാര്യങ്ങൾ ഓരോന്ന് വരും. അന്നേരമാണ് എനിക്ക് പറയാവുന്ന കാര്യങ്ങൾ പറയുന്നത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ച് ചില വഴിയാധാരമായ കുടുംബങ്ങളുമുണ്ട്. ചില ആളുകൾക്ക് അതിൽ പഴയ ആളുകളുടെ അടുത്ത് താല്പര്യം വരുന്നു. ഇവർ മറ്റൊന്നും മുന്നും പിന്നും ചിന്തിക്കാതെ മക്കളെയും എല്ലാം ഫാമിലിയെ മൊത്തത്തിലങ്ങ് കളഞ്ഞിട്ട് അങ്ങ് പോകുക. അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ ഒന്നല്ല, കുറേ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലെ നഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഞാൻ ഇപ്പോൾ കണ്ടു പലയിടത്തും. അത് അത്ര നല്ലൊരു കാര്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ മക്കളെയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് വലുതാക്കിയിട്ട് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ പോകുന്നത് ഒട്ടും ശരിയല്ല. അതിനെ നമുക്ക് ഒരിക്കലും പ്രോത്സാഹിക്കാൻ പറ്റത്തില്ല. കാരണം എന്തോരം മനസ്സ് വിഷമമായിരിക്കും അവർക്കുണ്ടാകുന്ന ആ നാണക്കേടെന്ന് പറയുന്നത്. അത് ഭയങ്കര വലുതാണ്. വലിയ മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഒരു ദ്രോഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. മനസ്സിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഒന്നും നടക്കത്തില്ല. എല്ലാം നമുക്ക് കുറേയൊക്കെ നമുക്കിങ്ങനെ പ്രതീക്ഷിക്കാം. നമുക്ക് ചില ആഗ്രഹങ്ങളൊക്കെ സാധിക്കും, ചിലതൊന്നും സാധിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് കുടുംബം എല്ലാം ഉപേക്ഷിച്ച് പോകുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പ്രണയമെന്ന് പറയുന്നത് അത്രമാത്രം നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന ഒരു കാര്യമാണെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്നത് കൂട്ടുകാരെ.
എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വിശേഷമാണ് പറയാനുള്ളത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് പറഞ്ഞത്. എല്ലാവർക്കും നല്ല 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 സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ എല്ലാവർക്കും അത് സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കൂട്ടുകാരെ. എല്ലാ ഏജിലുള്ള കൂട്ടുകാരോടും എല്ലാവർക്കും അവരവരുടെ ആഗ്രഹങ്ങളും എല്ലാം സഫലമാകട്ടെ. പിന്നെ ചിലപ്പോൾ ഇന്ന് ഞാൻ ഒരു ലൈവ് വരുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ ലൈവൊന്നും വരാറില്ല. എല്ലാ കൂട്ടുകാർക്കും ഞാൻ പോയി എൻ്റെ ചോറ് കഴിക്കാൻ പോകുന്നു. പിന്നെ കാണാം. ഓക്കേ.